നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണ. കൊലവിളി പ്രസംഗത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എതിർപ്പ് ഭയന്ന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള പദ്ധതി മാറ്റില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്. മയക്കുമരുന്ന് ഉപയോഗം നടിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമാണെന്നും ഗൗരവമായി അതിനെ കാണുന്നുവെന്നും മന്ത്രി MP രാജേഷ്. പരിശോധന കൂടിയപ്പോൾ ലഹരി വിതരണം കുറഞ്ഞെന്നും പാലക്കാട് വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി. ചെറുപ്പളശ്ശേരി മുണ്ടൂർ സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ചായക്കടയിൽ ഇടിച്ചു കയറിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്ക്. ചേലക്കരയിൽ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു വന്ന ഭർത്താവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മങ്കരയിൽ വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റെയിൽവേ ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലിഫ്റ്റ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യം. കുലുക്കല്ലൂർ വണ്ടുംതറയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. ചെമ്പോട്ടുതൊടി ഹംസയുടെ വീട്ടിൽ നിന്നും മോഷണം പോയത് 7 പവൻ സ്വർണവും 2.5 ലക്ഷം രൂപയും. പോലീസ് ഡോഗും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സംഭവത്തിൽ കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശിഷ്യരോടുള്ള യേശുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ്പി കൃഷ്ണദാസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ധാരണ. കൊലവിളി പ്രസംഗത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനിടെ വിവാദത്തിന് ഇടയാക്കിയ ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. പ്രശ്നപരിഹാരത്തിനായി പോലീസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്നും കോൺഗ്രസ് ആദ്യം വിട്ടുനിന്നു. പോലീസിന്റെ ആവശ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ അംഗീകരിച്ചുവെന്നും പിന്നീട് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അനുകൂല പ്രതികരണം നടത്തിയെന്നും ഡിവൈഎസ്പി അറിയിച്ചു. MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും BJP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ആദ്യഘട്ടത്തിൽ കേസെടുത്തു. എന്നാൽ BJP പലതവണയായി തനിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവായി ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിരുന്നു. രാഹുലും കോൺഗ്രസും ഇരവാദം ഉന്നയിക്കുകയാണെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആരോപിച്ചു. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തതായി DYSP പറഞ്ഞു. CPM BJP പ്രതിനിധികൾ യോഗത്തിൽ പോലീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അതായത് നഗരത്തിൽ സംഘർഷമുണ്ടാക്കുന്ന നടപടികളോട് CPMന് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. ഇവിടെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കണം, ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കണം. ജീവനക്കാരാണ്. അപ്പോൾ ഓഫീസുകളിലേക്ക്, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി. അതുകൊണ്ടാണ് പാലക്കാട് നഗരത്തിലെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന BJP ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച സമാധാന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. അതുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും പാർട്ടി ഓഫീസുകളിലേക്ക് നടക്കുന്ന മാർച്ചുകൾ ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നേതൃത്വം നമ്മളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുണ്ടാക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു പ്രകടനം നടത്തുന്ന സമയത്ത് അതിൽ പറയാത്ത വാക്കുകൾ പറഞ്ഞുവെന്നും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും പിന്നീടെത്തിയ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും അനുകൂല സമീപനമുണ്ടായി എന്നും പോലീസ് പറഞ്ഞു. അതിനിടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് നൽകിയ ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭാ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എതിർപ്പ് ഭയന്ന് RSS നേതാവിന്റെ പേരിലുള്ള പദ്ധതി മാറ്റില്ലെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനുള്ള മാതൃകാപരമായ പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കുന്നത് എന്നും കൃഷ്ണദാസ് പറഞ്ഞു. RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ കെട്ടിടം വരുമെന്നും നഗരസഭ വൈസ് ചെയർമാൻ പറഞ്ഞു. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഭിന്നശേഷി കുടുംബക്കാരോട് മാപ്പ് പറയുകയാണ് രാഹുൽ മാങ്കുട്ടും സന്ദീപ് വാര്യരും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ പദ്ധതിയുമായിട്ട് പിന്നോക്കം പോകേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല.
275 ഭിന്നശേഷി കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും. RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ പദ്ധതി വരുമെന്നും കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും കേരളത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അത് നടക്കില്ല. എന്ത് എതിർപ്പ് വന്നാലും ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ അത് നടപ്പിലാക്കും. പാലക്കാട് നഗരസഭയിൽ ഒരു വികസനവും പാടില്ലെന്ന നിലപാടാണ് കുറെക്കാലമായി കോൺഗ്രസ് എടുക്കുന്നത്. അതിനെ മറികടന്നാണ് BJPയുടെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ആ നിലപാട് തുടരുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കോൺഗ്രസിനോടും പ്രത്യേകിച്ച് ഇന്നലെ സമരമൊക്കെ നയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, സന്ദീപ് വാര്യർ, ഇവരോടൊക്കെ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ഏതാണ്ട് 500 പഞ്ചായത്ത്, ഒട്ടനവധി മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഇതെല്ലാം നിങ്ങൾ ഭരിക്കുന്നില്ലേ? ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം, അവരുടെ ഭാവി ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും തുടങ്ങാൻ സാധിച്ചതായി നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അപ്പോൾ പാലക്കാട് ഇത്തരത്തിൽ നൂതനമായ പദ്ധതികൾ വരുന്ന സമയത്ത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നല്ല ഒരു പദ്ധതി വരുന്ന സമയത്ത് ഇത് എങ്ങനെ മുടക്കാമെന്നുള്ള ഒരു പഠനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മയക്കുമരുന്ന് ഉപയോഗം നടിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമാണെന്നും ഗൗരവമായി തന്നെ ഇതിനെ കാണുന്നുവെന്നും മന്ത്രി MP രാജേഷ്. പരിശോധന കൂടിയപ്പോൾ ലഹരി വിതരണം കുറഞ്ഞുവെന്നും പാലക്കാട്ട് വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതിൽ ഒരു ഭാഗം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന ആരോപണമാണ്, മറ്റൊരു ഭാഗം മോശമായി പെരുമാറി എന്നുള്ളതാണ്. അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വന്ന പരാതികൾ എക്സൈസ് ഗൗരവമായി തന്നെ പരിശോധിക്കും. അത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് അതിൽ ആ വെളിപ്പെടുത്തലിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നത്. 2, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ്. പരാതി കിട്ടിയ പോലീസാണല്ലോ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം അവരുന്നയിച്ചത് ഗൗരവമുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിനിമാ സെറ്റുകളിൽ കൂടുതൽ പരിശോധനകൾ നടത്തും. പരിശോധനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പരിശോധന കൂടിയപ്പോൾ ലഹരിയുടെ വിതരണം കുറഞ്ഞു. പാലക്കാട്ടെ വിഷയം സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതുവരെയും പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കും. സംഘർഷാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് പരിശോധിക്കും. പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. ഇന്നലെ വരെ പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. നോക്കാം, പരിശോധിക്കാം. നിയമപരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുപ്പളശ്ശേരി മുണ്ടൂർ സംസ്ഥാന പാതയിൽ അടയ്ക്കാപ്പത്തൂരിൽ പിക്കപ്പ് വാൻ ചായക്കടയിൽ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മറ്റു 4 പേർക്ക് പരിക്കുപറ്റി. മലപ്പുറം തിരൂർ സ്വദേശി തഹസിലാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്നയാളാണ് മരിച്ചത്. തിരൂർ ചമ്രവട്ടം സ്വദേശി 20 വയസ്സുള്ള തഹസിലാണ് മരിച്ചത്. അപകടത്തിൽ മറ്റു 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടയ്ക്കാപ്പത്തൂർ സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഹോട്ടലിന് പുറത്തെ ചായ കുടിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തിരൂർ ചമ്രവട്ടം വാഗയിൽ വീട്ടിൽ അബ്ദുൾ റൌഫിന്റെ മകൻ 20 വയസ്സുള്ള തഹസിലാണ് മരിച്ചത്. കൊടൈക്കനാലിൽ നിന്നും ബൈക്കുകളിൽ വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്നു സംഘം. ഗുരുതരമായി പരിക്കേറ്റ തഹസിലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ സിനാൻ, നിയാസ്, മുഹമ്മദ് സ്വാലിഹ് എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള വിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്ന കർണാടക സ്വദേശി ലോറി ഡ്രൈവർ സെയിലാണ് പരിക്കേറ്റ മറ്റൊരാൾ. പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുമായി വരികയായിരുന്നു പിക്കപ്പ് ലോറി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചേലക്കരയിൽ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു വന്ന ഒലവക്കോട് സ്വദേശിയായ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒലവക്കോട് കല്ലമ്പറമ്പ് വീട്ടിൽ 40 വയസ്സുള്ള മുഹമ്മദ് യൂസഫാണ് മരിച്ചത്. ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മങ്കരയിൽ വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. മങ്കര കോട്ടയിൽ മൈലാവിൽ 58 വയസ്സുള്ള പരമേശ്വരനാണ് മരിച്ചത്. പിതാവിനോടൊപ്പം വിഷം കഴിച്ച മകൻ 28 വയസ്സുള്ള സതീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷദ്രാവകം കഴിച്ച് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്ന ആൾ മരിച്ചു. മങ്കര കോട്ടയിൽ മൈലാവിൽ
58 വയസ്സുള്ള പരമേശ്വരനാണ് മരിച്ചത്. പരമേശ്വരനോടൊപ്പം വിഷം കഴിച്ച മകൻ സതീഷ് ഗുരുതരാവസ്ഥയിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക പ്രശ്നമാണ് വിഷം കഴിക്കാനിടയായതെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് വിഷം കഴിച്ച നിലയിൽ കാണപ്പെട്ട ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുല്ലുകരിക്കാനുള്ള വിഷദ്രാവകമാണ് കഴിച്ചത്. പരമേശ്വരന്റെ മൂത്ത മകൻ ശബരിനാഥ് കോയമ്പത്തൂരിൽ ഹോട്ടൽ തൊഴിലാളിയാണ്. ഭാര്യ പരേതയായ ഓമന. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. തൃശൂർ എരുമപ്പെട്ടിയിൽ കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശികളായ സുജിത്, അഖിൽകുമാർ, ടൈസൺ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഡ്രൈവർ ഷെറിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറിക്കടിയിൽ കാൽ കുടുങ്ങിക്കിടന്ന സുജിത്തിനെ പോലീസും ഫയർഫോഴ്സും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുലുക്കല്ലൂർ വണ്ടുംതറയിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 7 പവൻ സ്വർണവും 2.5 ലക്ഷം രൂപയും മോഷണം പോയി. വണ്ടുംതറ ചേമ്പോട്ടുതൊടി ഹംസയുടെ വീട് കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുലുക്കലൂർ വണ്ടുംതറയിൽ വീട് കുത്തിത്തുറന്ന് 7 പവൻ സ്വർണ്ണാഭരണവും 2.5 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. വണ്ടുംതറ ചെമ്പോട്ടുതൊടി ഹംസയുടെ വീട് കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഹംസയുടെ മാതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. വ്യാഴാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഇന്നലെ രാത്രി സംഭവിച്ചാണ്. നമ്മുടെ വീട്ടിൽ വണ്ടിക്കലിൻ്റെ പുറത്തുകൂടി റോഡിൻ്റെ 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 300 മീറ്റർ ഉള്ളൂ. ഇവിടെ ഇന്നലെ രാത്രി വീട്ടിൽ ആളില്ലാത്തൊരു ദിവസമായി എന്നുള്ളത് എങ്ങനെ മണത്തറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കളവ് നടന്നതാണ് ഇന്നലെ രാത്രി. അപ്പോൾ അവർ രാത്രി നമ്മൾ ഉമ്മ ഹോസ്പിറ്റലാവുക കാരണം അഡ്മിറ്റ് ആവുക കാരണം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മാത്രമാണ് ഇവിടെ വീട്ടിൽ ആളില്ലായിരുന്നത്. അതേ സമയത്ത് അത് എങ്ങനെ അവർ മണത്തറിഞ്ഞിട്ടാണ് രാത്രി വന്നിട്ട് വീട് കുത്തി തുറന്ന് വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് കാശും പോയിട്ടുണ്ട്. പിറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. റൂമിൽ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഹംസയുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടാതെ ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശിഷ്യരോടൊത്തുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. 100 കണക്കിന് വിശ്വാസികൾ വിവിധ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ടിബിൻ കോരത്ത് കാർമ്മികത്വം വഹിച്ചു. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കി കാൽ കഴുകൽ ശുശ്രൂഷ രാവിലെ ദേവാലയത്തിൽ നടന്നു. ഫാദർ ടിബിൻ കോരത്ത് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. യേശുവിനെ കുരിശിലേറ്റിയതിന്റെ സ്മരണ പുതുക്കി നാളെ ദുഃഖവെള്ളി ക്രൈസ്തവർ ആചരിക്കും. ഞായറാഴ്ച ഈസ്റ്ററും ആചരിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാഞ്ഞാൾ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. ദിവ്യബലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, കാൽ കഴുകൽ, ദിവ്യകാരുണ്യ ആരാധന, പൊതു ആരാധന, അപ്പം മുറിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരുന്നു. ഇടവക വികാരി ഫാദർ ഷിൻഡോ മറോക്കി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതിനായി റെയിൽവേ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 400 മീറ്റർ നീളമുള്ള റോഡിന്റെ 350 മീറ്ററോളം പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. റോഡ് മാരിയമ്മൻ ക്ഷേത്ര റോഡിന് മുന്നിൽ ചെന്നാണ് അവസാനിക്കുന്നത്. പൂട്ടുകട്ടകൾ വിരിച്ചാണ് നവീകരണം. 400 മീറ്റർ നീളമുള്ള റോഡിന്റെ 350 മീറ്ററോളം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അവശേഷിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നത്. നിലവിൽ ബസ് പോയിരുന്ന പഴയ റോഡ് അടച്ചുകൊണ്ടാണ് പുതിയ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തോടൊപ്പമാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത്. റോഡ് പ്രാവർത്തികമായാൽ ബസ്സുകൾക്ക് ഉൾപ്പെടെ വേഗത്തിൽ ഷൊർണൂർ ടൗണിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഇതോടുകൂടി അടച്ചിടാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലിഫ്റ്റ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ് വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലിഫ്റ്റ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. സ്റ്റേഷനിൽ യാത്രക്കാർക്ക് 2 പ്ലാറ്റ്ഫോമുകളിലേക്ക് യാത്ര ചെയ്യാൻ ലിഫ്റ്റ് സൗകര്യം വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 2 പ്ലാറ്റ്ഫോമുകളിലേക്കും കടന്നു ചെല്ലാൻ നിലവിൽ നടപ്പാലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രായമുള്ളവർക്ക് ഇരുവശത്തെ കോണി കയറി പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ലിഫ്റ്റ് വന്നതോടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ലിഫ്റ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചത്. പ്രവൃത്തികൾ പൂർത്തിയായതോടുകൂടി ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ ലിഫ്റ്റ് യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഔപചാരികമായ ഉദ്ഘാടനം ഒഴിവാക്കിയതായാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കത്തെ തുടർന്ന് അടച്ചിട്ട സിമന്റ് ഗോഡൌൺ തുറന്നു. ഇതോടെ സമീപത്തെ CITUവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സമരപന്തലും പൊളിച്ചു നീക്കി. വ്യാപാരികളും CITU യൂണിയനും തമ്മിൽ 1 മാസത്തോളം നടന്ന തർക്കത്തിനാണ് പരിസമാപ്തിയായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 1 മാസത്തോളം നീണ്ടുനിന്നിരുന്ന CITU വ്യാപാരി തർക്കത്തിന് പരിഹാരമായത്. ഇതിനെ തുടർന്ന് പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ CITU കെട്ടിയ സമരപന്തൽ രാത്രിയോടുകൂടി തന്നെ പൊളിച്ചു നീക്കി. CITU സമരത്തെ തുടർന്ന് 1.5 മാസം മുമ്പ് അടച്ചിട്ട ജയപ്രകാശിന്റെ സിമന്റ് ഗോഡൌൺ വ്യാഴാഴ്ച മുതൽ തുറന്നു. ഉച്ചയോടെ സിമന്റ് ഇറക്കുന്നതിനായി CITU തൊഴിലാളികളും എത്തിയിരുന്നു. അന്തിമമായ ഹൈക്കോടതി വിധി വരുന്നതുവരെ പൂർണ്ണമായും യന്ത്രമുപയോഗിച്ച് കയറ്റിറക്ക് നടത്തും വരെയോ സ്ഥാപനത്തിൽ ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നൽകുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ ചേർന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി M. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക, ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം CPM ഏരിയ ഓഫീസായ രാജൻ സ്മാരകത്തിൽ വെച്ച് നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി M. ഹരിദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് 4 ലക്ഷം രൂപ പ്രകാരം 5,25,000 തൊഴിലാളികൾക്ക് പാവപ്പെട്ടവർക്ക് പണം കൊടുത്തു. കിട്ടാത്തവരുമുണ്ട്, കിട്ടാത്തവരുമുണ്ട്. അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചത്. മറ്റൊന്ന്, നമ്മുടെ പെൻഷൻ, ഇപ്പൊ നമ്മുടെ ആളുകൾ പെൻഷൻ മേടിക്കുന്നുണ്ട്. ആ പെൻഷൻ മേടിച്ചു കഴിഞ്ഞാൽ ആ പെൻഷന്റെ മനുഷ്യൻ മടിയിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? ഒരു വീട്ടിൽ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക്. ഏരിയ സെക്രട്ടറി T. ഷാജി സംഘടനാ റിപ്പോർട്ടും മുനിസിപ്പൽ സെക്രട്ടറി AS. വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, KC. ഷാജി, OK. ഗോപാലകൃഷ്ണൻ, മുഹമ്മദ് ഷാഫി, നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, M. രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി മുഹമ്മദ് ഷാഫി പ്രസിഡന്റ്, AS. വിജയൻ സെക്രട്ടറി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക, ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുക, ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക, കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന സെസ്സിൻ്റെ അർഹതപ്പെട്ട വീതം സംസ്ഥാനങ്ങൾക്കും നൽകുക, ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക, വാരണാസി മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണത്തിനായി നവീകരിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടന
ത്തിന് വകുപ്പ് മന്ത്രി പങ്കെടുക്കരുതെന്ന് ഒറ്റപ്പാലം നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നവീകരണ പ്രവൃത്തികളിൽ അഴിമതി ആരോപണം ഉയരുകയും ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ മന്ത്രി മാറി നിൽക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്ലാന്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കുഴിച്ചുമൂടി എന്ന് ആരോപിക്കുന്ന ഈ പ്രദേശങ്ങൾ ബയോ പാർക്ക് എന്ന പേരിൽ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്നത് അഴിമതി കുഴിച്ചുമൂടാനും അന്വേഷണത്തിൽ അഴിമതി പുറത്തുവരാതിരിക്കാനുമുള്ള ചെപ്പടി വിധിയാണ്. ഈ പരിപാടിയിൽ നിന്നും വകുപ്പ് മന്ത്രി മാറി നിൽക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം മുസ്ലിം ലീഗ് നിരസിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച പരിപാടി നടക്കുന്ന പക്ഷം മുസ്ലിം ലീഗ് അംഗങ്ങളും മാറി നിൽക്കും. നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉയരുകയും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്ത സാഹചര്യത്തിൽ നാളെ നടക്കുന്ന പരിപാടികൾ മാറ്റിവെക്കണമെന്നും ഇത് സംബന്ധിച്ച പരിപാടികൾ മാറ്റിവെക്കണമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ നിന്നും മാറി നിൽക്കണമെന്നും മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുകയും ഇത്തരം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് നഗരസഭാ കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ മാലിന്യങ്ങളെ കുഴിച്ചു മൂടാനുള്ള നഗരസഭയുടെ ബയോ പാർക്ക് പദ്ധതി താൽക്കാലികമായി മാറ്റിവെക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ്, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ നുഷി നൈസാം, ആമിന സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടി പേരൂർ പഞ്ചായത്തിന് പാലിയേറ്റീവ് കെയർ പരിചരണത്തിനായി ഒറ്റപ്പാലം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി മാനേജ്മെൻറ്റ് ആംബുലൻസ് കൈമാറി. ജില്ലയിലെ മികച്ച പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പാലിയേറ്റീവ് ടീമിൻ്റെ മികവിനുള്ള അംഗീകാരമാണ് ഇതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് പറഞ്ഞു. കൂട്ടായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു അപ്രമാദിത്വമോ അല്ലെങ്കിൽ ഒരു വൺ മാൻ ഷോയോ ഒരിക്കലും ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ പോകുന്നില്ല. കൂട്ടായി എല്ലാവരുടെയും കഴിവുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തനം. അതിൽ എടുത്തു പറയുന്നത് ജനപ്രതിനിധികളുടെ കാര്യം മാത്രമല്ല, ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഘടക സ്ഥാപനങ്ങളിലെയും നമ്മുടെ ഓഫീസിലെയും ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരേ മനസ്സായി പ്രവർത്തിക്കുന്നു. ഒറ്റപ്പാലം കവിത ജ്വല്ലറി മാനേജ്മെന്റ് അംഗങ്ങളായ സലീം, മനോജ് എന്നിവരിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പേരൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അർച്ചന എന്നിവർ ചേർന്ന് ആംബുലൻസ് ഏറ്റുവാങ്ങി. പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, എയർബഡ് തുടങ്ങിയ 1,00,000-ലധികം രൂപ വില വരുന്ന മെഡിക്കൽ കിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് മെഡിക്കൽ ഓഫീസർ അർച്ചനയ്ക്ക് കൈമാറി. പാലക്കാട് ജില്ലയിൽ തന്നെ മികച്ച പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പാലിയേറ്റീവ് ടീമിന്റെ മികവിനുള്ള അംഗീകാരമാണ് പുതിയ വാഹനമെന്ന് പ്രസിഡന്റ് സുരേഷ് അറിയിച്ചു. ലക്കിടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന മികവും ടീം വർക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വളരെ മികച്ച മാതൃകയാണ് സമൂഹത്തിന് നൽകുന്നതെന്നും ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പുതിയ വാഹനം സഹായമാകട്ടെ എന്നും കവിത മാനേജ്മെന്റും അറിയിച്ചു. വൈസ് പ്രസിഡന്റ് നസ്രീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ അർച്ചന സ്വാഗതവും, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ കുമാരി ദേവി, വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ വിജയകുമാർ, മെമ്പർമാരായ ശ്രീവത്സൻ, മണികണ്ഠൻ, ബേബി ഗിരിജ, ബാലൻ, ഷിബു, സുജിനി, സുഹറ, വിമല, ഉണ്ണികൃഷ്ണൻ, അനിൽ, മിനി മോനിഷ, കൃഷ്ണകുമാരി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ധന്യ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകരായ JHIമാർ, JPHന്മാർ, ഫാർമസിസ്റ്റ്, ആശാപ്രവർത്തകർ, വെറ്റിനറി ഡോക്ടർ, സ്റ്റാഫ് അംഗങ്ങൾ, വളണ്ടിയർമാർ, ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങൾ, NRAGS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേറ്റീവ് നഴ്സ് തുളസിഭായ് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി പട്ടാമ്പി കുടുംബശ്രീ അയൽക്കൂട്ട ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
കുടുംബശ്രീയുടെ ശാക്തീകരണത്തിനായി നടത്തുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭ അയൽക്കൂട്ട ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചത്. പട്ടാമ്പി GUP സ്കൂളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബശ്രീക്കാര് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബശ്രീനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അല്ലേ. ഇപ്പൊ പല കുടുംബശ്രീകളും പല വിധത്തിലാണ് കിടക്കുന്നത്. ചില നല്ല കുടുംബശ്രീകൾ നന്നായി പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ചിലർ നല്ല സംരംഭങ്ങൾ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. നമുക്ക് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ പുസ്തകം തന്നെ ആരംഭിച്ചത് എന്തിനാണ്? സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, ദാരിദ്ര്യ, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചതല്ലേ. ഒരു പരിധി വരെ നമ്മുടെ ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ P. ഗീത അധ്യക്ഷത വഹിച്ചു. അനിയൻ കുഞ്ഞ് ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാം അവതരിപ്പിച്ചു. ചലനം ഇമേഴ്ഷൻ റിപ്പോർട്ട് സോനു അവതരിപ്പിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ PK കവിത, കൗൺസിലർ സജ്ന ഫൈസൽ, മാർക്കറ്റിംഗ് DPM ചിന്തു മാനസ്, CDS മെമ്പർമാർ, അക്കൗണ്ടന്റ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആടിയും പാടിയും കഥായനം ആസ്വാദികരമായി. മധ്യവേനൽ അവധിക്കാലത്ത് കഥകളും പാട്ടുകളും പപ്പറ്റുകളുമായി മായാലോക യാത്രയുടെ സന്തോഷത്തിലായിരുന്നു ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. ഏകദിന ക്യാമ്പാണ് വേറിട്ടു നിന്നത്. 4ാം ക്ലാസ് മുതൽ 8 വരെയുള്ള 150 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളത്തെ ആലബദൽ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിലെ കലാകാരന്മാരാണ് കഥായനം അവിസ്മരണീയമാക്കിയത്. എന്നുള്ള സ്ഥലത്തുള്ള ഒരു തിയേറ്റർ ഗ്രൂപ്പ് ആല ബദൽ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൻ്റെ ഒരു പപ്പറ്റാണിത്. എൻ്റെ പേര് മനു. ഞാനൊരു ആക്ടറാണ്, ഒരു കഥപറച്ചിലുകാരനാണ്. അപ്പോൾ ഞാനൊരു 6 വർഷം മുമ്പ് ഞങ്ങൾ ആരംഭിച്ചൊരു സ്ഥാപനമാണ് കുളമ്പത്തിയിലെ ആല ബദൽ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം. അവിടെ കഴിഞ്ഞ വർഷം ലോകത്തെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു പപ്പറ്റിയർ ആൻഡ്രൂ കിം എന്ന് പറയുന്ന ആൾ വന്നിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള 12 പേര് ഒരുമിച്ച് ചേർന്ന് 10 ദിവസത്തെ ഒരു ശില്പശാലയിൽ ഉണ്ടാക്കിയത് 2 വലിയ പപ്പറ്റ്സാണ്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള 2 പപ്പറ്റ്സ് ഉണ്ടാവുന്നത്. നടൻ മനു ജോസ് നേതൃത്വം നൽകുന്ന ക്യാമ്പിൽ താല്പര്യമുള്ള കുട്ടികൾ കളിച്ചും രസിച്ചും ഉല്ലാസ കാഴ്ചയൊരുക്കിയത്. പപ്പറ്റുകളുമായി നടന്ന യാത്ര ലക്കിടി കൂട്ടുപാതയിൽ വെച്ച് ASP അച്യുത് അശോക് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ അല്ലെങ്കിൽ വേറെ അതുപോലെ പറയാൻ വരുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നത് കേട്ട് അതെല്ലാം മനസ്സിലാക്കി സന്തോഷമായിട്ട് കഴിയുക. ബുക്കിനകത്ത് മാത്രം ഒതുങ്ങി പോകാണ്ട് നല്ല ജീവിത അനുഭവങ്ങളൊക്കെ ആയിട്ട്. ലഹരി ബോധവൽക്കരണവും ആശംസാ കാർഡും നാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ TA പ്രവിത, പ്രധാനാധ്യാപിക N ഇന്ദുകല, PTA പ്രസിഡന്റ് TV തോമസ്, അധ്യാപകരായ CV അനൂപ്, K ജ്യോതി, PK അജിത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. P. ജയചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ P. ജയചന്ദ്രൻ പുരസ്കാരം മധു ബാലകൃഷ്ണന് സമ്മാനിച്ചു. ജനകീയ സൗഹൃദവേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ആണ് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന അവാർഡ് സമർപ്പിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 62ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം മെയ് 9, 10, 11 തീയതികളിൽ പാലക്കാട് ധോണി ലീഡ് കോളേജിൽ നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ 20-ന് രാവിലെ 10-ന് ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. K. പ്രേംകുമാർ MLA അധ്യക്ഷത വഹിക്കും. സംസ്കൃത ഭാഷാ പണ്ഡിതനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ TS ശ്യാംകുമാർ വിഷയം അവതരിപ്പിക്കും. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെയാകെ നിഷ്പ്രഭമാക്കി പകരം പൗരാണികതയുടെ മുഖംമൂടി അണിഞ്ഞെത്തുന്നവർ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഭരണഘടനയെ പൊളിച്ചെഴുതുന്നതിനും മതാധിഷ്ഠിതമായ ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നതിനും പരിശ്രമിക്കുന്ന കാലത്താണ് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം ചർച്ച ചെയ്യുന്നതെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ K. ജാനകി ദേവി, കൺവീനർ KK മണികണ്ഠൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MP ഗോവിന്ദരാജ്, ജില്ലാ കമ്മിറ്റി അംഗം P. പരമേശ്വരൻ, IM സതീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സംസ്ഥാന വാർഷികമാണ് ഇവിടെ പാലക്കാട് ധോണിയിലുള്ള ലീഡ് കോളേജിൽ വെച്ചിട്ടാണ് 2025 മെയ് 9, 10, 11 തീയതികളിൽ 3 ദിവസമായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പരിഷത്തിൻ്റെ രൂപം കൊണ്ട ചരിത്രത്തിൽ തന്നെ പ്രധാന സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം. കാരണം കോഴിക്കോട് വെച്ച് 1962 സെപ്റ്റംബർ 10-ാം തീയതി പരിഷത്ത് രൂപം കൊള്ളുന്നതിന് മുന്നേ തന്നെ 1957 PT ഭാസ്കര പണിക്കരുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ശാസ്ത്ര സാഹിത്യ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടർന്നാണ് പിന്നീട് 62 പരിഷത്ത് രൂപം കൊള്ളുന്നത്. അതിൻ്റെ 62-ാം വാർഷികമാണ്. അതിൻ്റെ അനുബന്ധ പരിപാടിയായിട്ട് ഓരോ താലൂക്കിലും പാലക്കാട് ജില്ലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട്. മണ്ണാർക്കാട് താലൂക്കിൽ സൈലൻറ്റ് വാലി വിഷയമായിട്ട് ബന്ധപ്പെട്ട സെമിനാർ നടക്കുന്നുണ്ട്. ആലത്തൂര് ഹിന്ദു ചൂടനെ കുറിച്ചുള്ള സെമിനാർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ PR പിഷാരടി അനുസ്മരണം കൊല്ലംകോട് വെച്ച് നടത്തിയിരുന്നു. ഇനി മെയ് മാസത്തിൽ മെയ് 2-ാം തീയതി പാലക്കാട് വെച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലുള്ള സെമിനാർ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനുബന്ധ പരിപാടിയായിട്ടാണ് ഒറ്റപ്പാലത്ത് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതറിയാം, ഇന്ത്യൻ ദേശീയ ചരിത്രത്തിൽ ചരിത്രപരമായ കുറേ പ്രാധാന്യമുള്ള സംഭവങ്ങളും വ്യക്തിത്വങ്ങളും ജീവിച്ച ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം എന്നുള്ളത് കൊണ്ടാണ് ഈ സെമിനാർ ഒറ്റപ്പാലത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ 9ാമത് സ്വാമി നിർമ്മലാനന്ദ പുരസ്കാര സമർപ്പണം ഏപ്രിൽ 20-ന് നടക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം മുൻ പ്രസിഡന്റ് M. ലക്ഷ്മികുമാരിക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സ്ഥാപകനായ സ്വാമി നിർമ്മലാനന്ദജി മഹാരാജിന്റെ സ്മരണയ്ക്കായി ഒറ്റപ്പാലം ശ്രീകൃഷ്ണാശ്രമവും സിംഗപ്പൂർ തുളസി ബുക്സും സംയുക്തമായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. രാജാവും ഭൃത്യനും എന്ന വ്യത്യാസമില്ലാത്ത സാമൂഹിക വീക്ഷണമാണ് സ്വാമി വിവേകാനന്ദനും സ്വാമി നിർമ്മലാനന്ദ മഹാരാജും അനുവർത്തിച്ചു വന്നത്. ദൈവം ഓരോ മനുഷ്യൻ്റെയും അകത്താണെന്നും ധർമ്മഭദ്രമായ ജീവിതമാർഗമാണ് ശ്രേഷ്ഠമെന്നും ഇരുവരും ഉദ്ബോധിപ്പിച്ചിരുന്നു. സ്വാമി നിർമ്മലാനന്ദ മഹാരാജിന്റെ ദർശനങ്ങൾ പകർത്തി ജീവിതത്തിൽ സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവർക്കാണ് പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഠിക്കുകയും അത് അനുവർത്തിക്കുകയും ജീവിതം അതിനായി സമർപ്പിക്കുകയും ചെയ്യുന്ന നോൺ മൊണാസ്റ്റിക് ആൾക്കാർക്ക്, സന്യാസിമാർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. നോൺ മൊണാസ്റ്റിക് നമ്മളെ മാതിരിയുള്ള ആൾക്കാർ, കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ആദ്യം കൊടുത്തത് ഡോക്ടർ അച്യുതനാണ്, ഈ പാലക്കാട്ടുള്ള ആളാണ്. രണ്ടാമത് കൊടുത്തത് ലണ്ടനിലെ വിവേകാനന്ദ സെന്ററിന്, ഹി വാസ് ദ അഡ്വൈസർ ഓഫ് ഹിന്ദുയിസം ടു ക്യൂനഫ് ഇംഗ്ലണ്ട്, രണ്ടാമത്തെ ആള്. മൂന്നാമത് കൊടുത്തത് ഡോക്ടർ സുബ്രഹ്മണ്യം. തുളസി ബുക്സ് പ്രസാധകൻ പ്രകാശ് കാമനാട്ട്, ആശ്രമം നിയുക്ത പ്രസിഡന്റ് സ്വാമി ഗീതാ സാരാനന്ദ, ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ സ്വരൂപാനന്ദ, ഭക്തരായ AK ശങ്കരനാരായണൻ, പാലത്തോൾ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകളും മൈക്കും ഉൾപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായി. കോട്ടയം ഉദയനാപുരം സ്വദേശി 40 വയസ്സുള്ള ഷിജാസിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 ലക്ഷം രൂപയോളം വില വരുന്ന ഉപകരണങ്ങളാണ് പ്രതി മോഷ്ടിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 21-ന് രാത്രിയാണ് സ്കൂളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ബ്ലോക്കുകളിൽ മോഷണം നടന്നത്. സ്കൂളിനകത്തു കയറിയ മോഷ്ടാവ് ഫ്യൂസ് ഊരിയ ശേഷം വാതിലുകളുടെ പൂട്ടുകൾ തകർത്തായിരുന്നു ലാപ്ടോപ്പുകൾ മോഷ്ടിച്ചത്. ആകെ 14 ലാപ്ടോപ്പുകളും ഒരു മൈക്കും മോഷണം പോയതായാണ് സ്കൂൾ അധികൃതർ പോലീസിന് പരാതി നൽകിയത്. CCTV DVR ആണ് ആദ്യം പ്രതി കവർന്നത്. സമീപത്തെ CCTV ക്യാമറകളും ശാസ്ത്രീയ തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിയുള്ള പോലീസിന്റെ ശ്രമകരമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. പ്രതിക്കായി റെയിൽവേ സ്റ്റേഷനുകളിൽ പരക്കെ അന്വേഷണം നടത്തിയിരുന്നു. സമീപകാലയളവിൽ ജയിൽ മോചിതരായ സമാന രീതിയിലുള്ള മോഷ്ടാക്കളെക്കുറിച്ചുൾപ്പെടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ വലയിലായത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 21-ാം തീയതി ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഗണേശഗിരി സ്കൂളിൽ, ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ കളവ് നടന്നിരുന്നു. അതിൽ 11ഓളം ലാപ്ടോപ്പും ഒരു DVRും കളവ് പോവുകയും അതിനെ നമ്മൾ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഫിംഗർ പ്രിൻ്റ് പരിശോധന, CCTV ഫൂട്ടേജുകളുടെ വിശദമായ പരിശോധന, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായതുകൊണ്ട് മോഷണത്തിന് വരുന്ന സസ്പെക്റ്റ് മോഷണത്തിന് വരുന്ന ഭാഗങ്ങളും അതേപോലെ പോകാൻ സാധ്യതയുള്ള ട്രെയിനുകളെല്ലാം തന്നെ ഏതാണ്ട് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊർണൂർ DYSP അവരുടെയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ IPS അവരുടെ നിർദ്ദേശപ്രകാരം
സമീപകാലത്ത് ജയിൽ റിലീസായിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള മോഡസിൽ കളവ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ പ്രത്യേകം ഇതിൻ്റെ അന്വേഷണ ഭാഗമായി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തി വരികയായിരുന്നു. സമാനമായ 15ഓളം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഇയാൾ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ജയിൽ മോചിതനായത്. ജയിൽ മോചിതനായ ശേഷം പ്രതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലും കൂട്ടിരിപ്പുകാരനെന്ന വ്യാജേന മാസങ്ങൾ കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ മോഷണം നടത്തിയ ശേഷം മോഷ്ടിച്ച ലാപ്ടോപ്പുകൾ കളമശ്ശേരിയിലെ പൂട്ടിക്കിടക്കുകയായിരുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചു. തഞ്ചം കിട്ടിയാൽ എടുത്തു വിൽക്കാനായിരുന്നു തീരുമാനം. ഇതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടുന്നത്. ഡിസംബറിൽ ജയിൽ മോചിതനായ ശേഷം പ്രതി നടത്തിയ ആദ്യത്തെ കുറ്റകൃത്യമാണ് ഇതെന്നും പോലീസ് പറയുന്നു. പ്രതിയെ തൊണ്ടിമുതലുകൾ സൂക്ഷിച്ചെടുത്ത് എത്തിച്ചും സ്കൂളിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ, സബ് ഇൻസ്പെക്ടർമാരായ ഡേവി, പി സേതുമാധവൻ, മറ്റ് ഉദ്യോഗസ്ഥരായ കമലം, റിയാസ്, പി ജി അഭിലാഷ്, സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഴയന്നൂർ വടക്കേപ്പറ്റ തെണ്ടൻകാവിൽ വിഷുവേല ആഘോഷം പ്രൗഢഗംഭീരമായി. ആയിരങ്ങളാണ് വേല മഹോത്സവത്തിൽ പങ്കാളികളായത്. മാറ്റൊലി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കെ രാഗേഷിനെ പുകഴ്ത്തി സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരുടെ നടപടിയെ ന്യായീകരിച്ച് ഇടതുപക്ഷ കക്ഷികൾ. രൂക്ഷമായ വിമർശനം നടത്തി പ്രതിപക്ഷ കക്ഷികളും. ഈ നടപടിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റൊലിയിലേക്ക്. അങ്ങനൊരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അല്ല, പാർട്ടി തലത്തിലിരിക്കുന്ന ആളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിരുന്നത് ശരിയല്ലല്ലോ. ഒരു കളക്ടർ ആയതുകൊണ്ടാണ് കളക്ടർ എന്ന നിലയിൽ അങ്ങനെ പാടില്ല. അവര് ഒരു ജനകീയമായിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അഭിപ്രായം. ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക? പ്രേരിപ്പിക്കാനാണോ? എന്താണ് അവരൊരു ശരിക്കും അങ്ങനെ പാടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണ. കൊലവിളി പ്രസംഗത്തിൽ BJP നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എതിർപ്പ് ഭയന്ന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള പദ്ധതി മാറ്റില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്. മയക്കുമരുന്ന് ഉപയോഗം നടിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമാണെന്നും ഗൗരവമായി അതിനെ കാണുന്നുവെന്നും മന്ത്രി MP രാജേഷ്. പരിശോധന കൂടിയപ്പോൾ ലഹരി വിതരണം കുറഞ്ഞെന്നും പാലക്കാട് വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി. ചെറുപ്പളശ്ശേരി മുണ്ടൂർ സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ചായക്കടയിൽ ഇടിച്ചു കയറിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്ക്. ചേലക്കരയിൽ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു വന്ന ഭർത്താവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മങ്കരയിൽ വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റെയിൽവേ ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലിഫ്റ്റ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യം. കുലുക്കല്ലൂർ വണ്ടുംതറയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. ചെമ്പോട്ടുതൊടി ഹംസയുടെ വീട്ടിൽ നിന്നും മോഷണം പോയത് 7 പവൻ സ്വർണവും 2.5 ലക്ഷം രൂപയും. പോലീസ് ഡോഗും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സംഭവത്തിൽ കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശിഷ്യരോടുള്ള യേശുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.